നമസ്കാരം. ഭാരതത്തിൻ്റെ അയൽപക്കത്ത് എന്ത് മാറ്റം വന്നാലും, അവിടെ ആര് അധികാരത്തിൽ വന്നാലും ഒടുവിൽ അവർക്ക് ഡൽഹിയിലേക്ക് നോക്കാതെ പറ്റില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ കാണുമ്പോൾ ആർക്കും അത് മനസ്സിലാകും. കഴിഞ്ഞ കുറച്ചു നാളുകളായി ബംഗ്ലാദേശിൽ വലിയ അസ്വസ്ഥതകളായിരുന്നു. അവിടെ ഭരണം മാറിയപ്പോൾ പലരും കരുതി ഇന്ത്യയുമായുള്ള ബന്ധം തകരുമെന്ന്, അല്ലെങ്കിൽ പുതിയ ഭരണകൂടം ഇന്ത്യയെ മാറ്റി നിർത്തുമെന്ന്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. ഫെബ്രുവരി 17 നടക്കുന്ന പുതിയ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് BNP നേതാവ് താരിഫ് റഹ്മാൻ നേരിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചിരിക്കുന്നു. ഇത് വെറുമൊരു ക്ഷണക്കത്തല്ല, മറിച്ച് മോദി എന്ന ഭരണാധികാരിയുടെ കരുത്തിന് മുന്നിൽ അയൽ രാജ്യങ്ങൾ അടിയറവ് പറയുന്ന കാഴ്ചയാണ്. നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായ ശേഷം അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ നയമായിരുന്നു നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നത്. അയൽക്കാരെ കൂടെ നിർത്തിക്കൊണ്ട് മാത്രമേ വികസനം സാധ്യമാകൂ എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ബംഗ്ലാദേശിൽ മുമ്പ് ഷെയ്ഖ് ഹസീനയുമായി ഉണ്ടായിരുന്ന ബന്ധം പോലെ തന്നെ ശക്തമായ ഒരു ബന്ധം പുതിയ ഭരണകൂടവുമായി സ്ഥാപിക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നത് അദ്ദേഹത്തിന്റെ നയതന്ത്ര ചാതുര്യമാണ് കാണിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും അവിടെ പിടിമുറക്കാൻ നോക്കി നിൽക്കുന്ന സമയത്താണ് ആ തന്ത്രങ്ങളെയൊക്കെ തകർത്ത് മോദിയെ തന്നെ അവർ മുഖ്യാതിഥിയായി വിളിക്കുന്നത്. ഇത് മോദിയുടെ വ്യക്തിപ്രഭാവം ലോകം മുഴുവൻ അംഗീകരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. മോദി മാജിക് ഇന്ത്യയിൽ മാത്രമല്ല അതിർത്തി കടന്നും പടരുകയാണ്. ഇന്ത്യയെ തകർക്കാൻ നോക്കുന്ന ശക്തികൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ സുരക്ഷയെക്കുറിച്ചും അവിടുത്തെ ക്രമസമാധാനത്തെക്കുറിച്ചും മോദി സർക്കാർ എടുത്ത കർക്കശമായ നിലപാടുകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യയെ പിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ബംഗ്ലാദേശിലെ പുതിയ നേതാക്കൾക്ക് മനസ്സിലായി. സൗഹൃദത്തിന്റെ കൈ നീട്ടുമ്പോൾ തന്നെ ഭാരതത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചാലും വിട്ടുവീഴ്ചയില്ലാത്ത മോദിയുടെ സിംഹഗർജനം അവിടെ കൃത്യമായി എത്തിയിട്ടുണ്ട്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നത് ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യ മുഴുവനും മോദി നടപ്പിലാക്കുകയാണ്. സാമ്പത്തികമായും സൈനികമായും ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ മോദി നടത്തുന്ന പരിശ്രമങ്ങൾ ഇന്ന് ഫലം കാണുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്നു. അമേരിക്കയുമായുള്ള ബന്ധം മുമ്പത്തേക്കാൾ ശക്തമാണ്. ഇപ്പോൾ ഇത് അയൽ രാജ്യങ്ങളും മോദിയുടെ സൗഹൃദത്തിനായി കാത്തു നിൽക്കുന്നു. ഇതൊന്നും ഭാഗ്യം കൊണ്ടൊന്നും കിട്ടിയതല്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങും ഉറച്ച നിലപാടുകളും കൊണ്ട് മാത്രം മോദി നേടിയെടുത്തതാണ്. ലോകം ഇന്ന് ഇന്ത്യയെ നോക്കുന്നത് ഒരു വൻ ശക്തിയായിട്ടാണ്. പണ്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ അവഗണിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മോദി എവിടെ പോയാലും ലോകം അദ്ദേഹത്തിന് പിന്നാലെയാണ്. ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ക്ഷണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വലിയൊരു ആയുധമായിരിക്കും എന്നതിൽ സംശയമില്ല. വിദേശ നയത്തിൽ മോദിയെ വെല്ലാൻ മറ്റാരുമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ലോകം മുഴുവൻ ഇന്ത്യ അംഗീകരിക്കുന്ന ഈ കാലത്ത് മോദിയുടെ കൈകളിൽ ഭാരതം സുരക്ഷിതമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.